ഫ്രണ്ട്സ്, ഇറ്റ്സ് മേ വീണ. അപ്പൊ ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പൊ അതെ, ഞാനും അമ്മയും കുഞ്ഞുമണിയൊക്കെ ഒരുങ്ങി നിങ്ങൾ പോവുകയാണല്ലേ. എങ്ങോട്ടാന്നല്ലേ? വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട്. അപ്പൊ ഈ അന്നദാനം ഉണ്ടാൻ വേണ്ടി പോവാണേ. അപ്പൊ ഈ കുഞ്ഞുമണിയെ കുളിപ്പിച്ചിട്ട് കുറച്ചു നേരം ആയതേ ഉള്ളൂ കേട്ടോ. അതാണ് കുഞ്ഞുമണിയുടെ മുടി അപ്പുറവും സ്ലൈഡൊക്കെ കുത്തിയിട്ടേക്കും അല്ലേ. ഇന്ന് പ്രത്യേകത ഇടില്ലേ, എപ്പോഴും നിങ്ങൾ കാണുന്ന അപ്പുറം മുടിയൊക്കെ കിട്ടിയിട്ടല്ലേ. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. എന്തായാലും അടുത്തല്ലേ പോകുന്നത്. അപ്പൊ ഇതുവരെയായിട്ട് മുടി ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. 2 വയസ്സ് കഴിഞ്ഞ് ഇത്രയുണ്ട് മുടി. അപ്പോൾ ഈ ഞങ്ങൾ മുടിയൊക്കെ കാണിച്ച് പട്ടിഷോ കാണിക്കുകയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 12 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ ആൾ നല്ല കുറവായിരുന്നു കേട്ടോ എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ ഞാൻ കുഞ്ഞുമണീനെയും കൊണ്ട് മാറിയിരുന്നു കേട്ടോ. അമ്മേനീത്തിയാണ് എനിക്ക് വേണ്ടി ചോറ് വാങ്ങാൻ വേണ്ടി പോയിരിക്കുന്നത്. ഈ അമ്പലം എൻ്റെ വ്ളോഗിൽ നിങ്ങൾ മുന്നേ കണ്ടു കാണും. പുത്രേഴത്ത് അമ്പലമാണ് കേട്ടോ. എൻ്റെ മുൻപത്തെ വ്ളോഗൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണ് മനസ്സിലാവും കേട്ടോ ഈ അമ്പലം ഏതാണെന്നൊക്കെ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും. എനിക്ക് തോന്നുന്നത് സ്കൂൾ ടൈം അല്ലേ, അപ്പം പിള്ളേരൊക്കെ പഠിക്കാൻ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, ആളെ കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. നേരെ ചെല്ലുക, പാത്രം എടുക്കുക, വിളമ്പുക, കഴിക്കുക, ഇത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനത്തെ അവർ ചോറ് വാങ്ങാൻ പോയിരുന്ന സമയം കൊണ്ട് ഞാനും കുഞ്ഞുമണിയും കൂടെ അതേ വീഡിയോ ഒക്കെ എടുക്കാണ് കേട്ടോ. കുഞ്ഞുമണിക്ക് വാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൊള്ളാവോ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുഞ്ഞുമണിയെ കാണാൻ വേണ്ടിയിട്ട്? ഞാനും കുഞ്ഞുമണിയും നീലയാട്ടോ ഇട്ടേക്കുന്നത്. അങ്ങനത്തെ എനിക്കുള്ള ചോറ് എത്തി കേട്ടോ. ചോറും പുളിശ്ശേരി, രസം, അവിയല്, പിന്നെ ഒരു തീയല്, പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. താമസിച്ച് പോയതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. സാമ്പാറും അതാണ്, അച്ചാറൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. സാമ്പാറും അച്ചാറും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു രസമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്നദാനമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് കുഞ്ഞുമണി അവിടെ നിന്ന് കിട്ടിയ പായസം കൊണ്ട് നടക്കണം. അവിടെ പിള്ളേർ വഴിനീളെ കുടിച്ച് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടെത്തി കുഞ്ഞുമണിയൊക്കെ ഉറക്കിയതിന് ശേഷം ഞാനും ചേട്ടായും കൂടെ, എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് തന്നെ കുറേ ഇറക്കണമായിരുന്നു. അങ്ങനെ അതിനുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുമണി ഉറക്കി കിടത്തിയിട്ട് ഞാനും ചേട്ടായി ബസ്സിലാണ് കേട്ടോ ഇന്ന് പോകുന്നത്. കടയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് 2 സ്നാക്സ് വാങ്ങിച്ചു കേട്ടോ. ഞാൻ ഒരു പോക്കറ്റ് ഷവർമയാണ് പറഞ്ഞത്, ചേട്ടായി ഒരു മീറ്ററോളം വാങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡേരും കൂടെ ഇരുന്ന് കഴിച്ച്. പിന്നെ അതിനുശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ട്രോബെറി ചായ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടായും കൂടെ സ്ട്രോബെറി ചായയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് അയക്കാനുള്ള ഹാമ്പറേ. ഇതൊരു വാലന്റൈൻസ് ഡേ ഹാമ്പർ ആണ് കേട്ടോ. പെർഫ്യൂം, വാലറ്റ്, അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് അയക്കേണ്ടത് കോട്ടയത്താണ് കേട്ടോ. കോട്ടയത്താണ് നമ്മുടെ കസ്റ്റമർ. ഇത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇത്രയും ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ, സീ യു.